KDH ഹോം ലിവിംഗ് മാഗസിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത് ഹോണ്ട മൊബിലിയോ ആണ്. അപ്പോൾ ഹോണ്ട മൊബിലിയോ 1.5 ഡീസലും 1.5 പെട്രോളും ആണ് അല്ലേ? രണ്ട് വേരിയന്റ് ആണ് ഉള്ളത്. രണ്ട് എൻജിൻസ് ആണ് നമുക്ക് വരുന്നത്. 1.5 ഡീസൽ 1.5 പെട്രോൾ. സെയിം പവർ തന്നെയാണ്. RPM വ്യത്യാസം ഉണ്ടാവുമോ രണ്ടും? രണ്ട് എഞ്ചിനിലും നമുക്ക് RPM വ്യത്യാസം വരുന്നുണ്ട്. അതായത് ഡീസൽ എഞ്ചിൻ വരുന്നത് നമുക്ക് 100 PS ആണ് വരിക, 200 Nm ടോർക്കാണ് വരിക. പെട്രോൾ ആണെങ്കിൽ നമുക്ക് 119 HP-യും PS-ഉം നമുക്ക് 109 ടോർക്കാണ് പെട്രോൾ നമുക്ക് കിട്ടുന്നത്. രണ്ടും 5 ഗിയർ ട്രാൻസ്മിഷനാണ് നമുക്ക് വരുന്നത് അല്ലേ? ഇന്റീരിയറും എക്സ്റ്റീരിയറും പെട്രോളിനും ഡീസലിനും സെയിം ആണ് അല്ലേ? വില മീൻസ് പ്രൈസ് ലിസ്റ്റ് വരുമ്പം അതിന്റെ എത്രത്തോളം വ്യത്യാസം വരുന്നുണ്ട്? പ്രൈസിൽ നമുക്ക് 721 പെട്രോൾ സ്റ്റാർട്ട് ചെയ്യുക. 721 സ്റ്റാർട്ട് ചെയ്യുക. പെട്രോൾ ഡീസൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് 933 ഡീസൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ടോപ്പ് മോഡൽ വരുമ്പോൾ ഡീസൽ ടോപ്പ് മോഡൽ വരുമ്പോഴത്തേക്ക് 1176 വരും. അതിന്റെ കൂടെ നമുക്കൊരു RS എന്നൊരു വേർഷൻ ഉണ്ട്. RS നമ്മളൊരു ഡീസലിൽ മാത്രം RS അവൈലബിൾ ഉള്ളൂ. RS വരുമ്പോഴത്തേക്കും നമുക്ക് വണ്ടി എക്സ്റ്റീരിയറിലാണ് കാര്യമായിട്ട് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. അലോയ് വീലിന്റെ പാറ്റേൺ ഡിഫറൻസ് ഉണ്ട്, ഹെഡ്ലൈറ്റിൽ ഡിഫറൻസ് വരും. ഇന്റീരിയർ പറയുമ്പോഴത്തേക്ക് നമുക്ക് ലെതർ സീറ്റ്സ് ആയിരിക്കും ഇന്റീരിയർ യൂസ് ചെയ്യാം. പിന്നീട് സൈഡ് സ്കേർട്ടിങ്സ് വരും, റിയർ സ്പോയിലേഴ്സ് വരും. ഇത്രയും കാര്യങ്ങൾ RS അവൈലബിൾ ആണ്. റൂഫ് വിൻഡോ വരുന്നുണ്ടോ? റൂഫ് റീൽസ് വരുന്നുണ്ട്. RS റൂഫ് റീൽസ് വരുന്നുണ്ട്. അപ്പോൾ ഈ RS എന്ന് പറഞ്ഞ മോഡല് ഇപ്പം ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? മീൻസ് അവൈലബിൾ ആണോ? നമുക്ക് ബുക്കിംഗ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് നമുക്ക് വണ്ടി ഒരു 3 മാസം കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി അവൈലബിൾ തുടങ്ങുള്ളൂ. ആണല്ലേ? അപ്പോൾ അതിന്റെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ പുറത്ത് വിട്ടിട്ടുണ്ടോ ഹോണ്ട? നമുക്ക് ഹോണ്ടയുടെ സൈറ്റിൽ തന്നെ നമുക്ക് ഇരിക്കുന്ന ഹോണ്ടയുടെ പിക്ചേഴ്സ് എല്ലാം അവൈലബിൾ ആണല്ലേ? മീൻസ് അതൊരു സ്പോർട്സ് മോഡലായിട്ടാണോ നടക്കാൻ പോകുന്നത്? അതെ, ഒരു ലിമിറ്റഡ് എഡിഷൻ മീൻസ് ആ ഒരു സ്പോർട്ട് ഇതിലാണ് RS എന്നുള്ള പേരിൽ ടാഗിംഗ് തന്നെ ഉണ്ടല്ലോ. ഓക്കെ, അതെ അതെ. മൊബിലിയോടെ ഏറ്റവും പ്രൈം കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എർട്ടിഗയാണെന്ന് തോന്നുന്നു. കാരണം ഈ സെഗ്മെന്റ് എർട്ടിഗ ആണ്. 7 സീറ്റർ എർട്ടിഗയ്ക്കും എനിക്ക് തോന്നുന്നു 7 സീറ്റർ മാത്രമേ ഉള്ളൂ. ഹോണ്ട മൊബിലിയോ പോലെ വേറൊരു 6 സീറ്ററോ 8 സീറ്ററോ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. 7 സീറ്റർ മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇന്നോവയായിട്ടും ചെറിയ രീതിയിൽ ഒരു കോമ്പറ്റീഷൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇന്നോവയായിട്ട് നമുക്ക് അങ്ങനെ അത്ര കോമ്പറ്റീഷൻ നമ്മളെ ഹോണ്ട ഇന്നോവയായിട്ടല്ല ശരിക്കും കോമ്പറ്റീഷൻ വരുന്നത്. എർട്ടിഗ തന്നെയാണ്. എർട്ടിഗയായിട്ടാണ് നമുക്ക് മെയിൻ ആയിട്ട് കോമ്പറ്റീഷൻ വരിക. പിന്നെ ഓഫ് കോഴ്സ് ഒരു ഇന്നോവ കസ്റ്റമറിന് മൈറ്റ് ബി നമുക്ക് അവർക്ക് വേണമെങ്കിലും മൊബിലിയോ ചൂസ് ചെയ്യാനുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എർട്ടിഗിനെക്കാളും സ്പേസ് ഉണ്ട്. നമുക്ക് ഇന്നോവയായിട്ട് മാച്ചബിൾ ആണ് സ്പേസ്. അപ്പോൾ എങ്ങനെയാണ് മൈലേജ് ഫാക്ടർ നോക്കുമ്പോൾ എർട്ടിഗയായിട്ട് നമ്മൾ മൈലേജ് ഫാക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ഇതിലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ID Tech എന്ന് പറഞ്ഞൊരു ഡീസൽ എഞ്ചിനാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ID Tech പെട്രോളും ID Tech ഡീസലും. ഡീസൽ എഞ്ചിന്റെ പേര് ഡ്രീംസ് എന്നൊരു ഡീസൽ എഞ്ചിനാണ് ഹോണ്ട ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ലൈക്ക് 24 കിലോമീറ്റർ ആണ് കമ്പനി മൈലേജ് പറയുന്നത് നമുക്ക്. ഡീസൽ വേർഷന് ID Tech ഡീസലിന് കമ്പനി 24ഉം IV Tech പെട്രോളിന് നമ്മൾ 17 മൈലേജ് ക്ലെയിം ചെയ്യുന്നത്. രണ്ടിലാണെങ്കിലും എനിക്ക് തോന്നുന്നു എർട്ടിഗയെക്കാട്ടിലും കുറച്ചും കൂടെ ടോപ്പിൽ നിൽക്കുന്ന നമ്മളെ ഹോണ്ട എർട്ടിഗയെക്കാളും മൊബിലിയോ മതിയിലാണ്. കാരണം വണ്ടി നമുക്ക് ആ ഒരു ഫസ്റ്റ് റെസ്പോൺസ് നമ്മൾ വണ്ടി ലോഞ്ച് ചെയ്ത സമയത്തുള്ള റെസ്പോൺസ് നമുക്ക് അതേപോലെ ആയിരുന്നു. വണ്ടി കാണാതെ തന്നെ ആൾക്കാർ നമുക്ക് ബുക്കിംഗ് ടെൻഡൻസി ആയിട്ടാണ് പറയുന്നത്. കാരണം ഹോണ്ടയിൽ ഇതുപോലത്തെ ഒരു വണ്ടി ഇതുവരെ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. ഇതൊരു വണ്ടി ഇറങ്ങുമ്പോഴത്തേക്കും obviously customers അത്രയും സാറ്റിസ്ഫൈഡ് ആണ്. ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്ന ഒരു സംഭവമാണ് ഡീസൽ എഞ്ചിൻ ഇറങ്ങുക എന്നുള്ളത്. അത് അമേസിലൂടെ അവർ കൊണ്ടുവന്നു. അതിന്റെ ശേഷം വരുന്ന നെക്സ്റ്റ് ഒരു ഹോണ്ട സിറ്റി ആയിരുന്നു. അതായത് നമുക്ക് അമേസിലൂടെ നമ്മളൊരു വൻ വിജയമാണ് നമ്മൾ ഹോണ്ട ഒരു കംബാക്ക് ആയിരുന്നു ഹോണ്ടയ്ക്ക്. തീർച്ചയായിട്ടും ഹോണ്ട സിറ്റിയിലൂടെയാണ് നമ്മൾ പിന്നെ ഒരു വേറൊരു ലെവലിലേക്ക് നമ്മൾ നീങ്ങിയത്. ഒരു അപ്ഡേഷൻ എന്നുള്ള രീതിയിൽ. തീർച്ചയായിട്ടും
അപ്പോൾ എല്ലാം കൊണ്ടും ഒരു ഫാമിലി, ഇന്ത്യൻ ഫാമിലിക്ക് പറ്റിയ ഒരു വെഹിക്കിളാണ് ഹോണ്ട മൊബിലിയോ. മൊബിലിയോ തീർച്ചയായിട്ടും നമുക്കൊരു സെവൻ പീപ്പിൾസ് ഉദ്ദേശിക്കുന്ന ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഹോണ്ട മൊബിലിയോ ഉൾക്കൊള്ളിക്കുമ്പോഴത്തേക്കും അവർക്ക് ആ വണ്ടി കൊണ്ടുള്ള പേർപ്പസ് എന്തായാലും ഉണ്ടാവും. അതെ. ടെസ്റ്റ് ഡ്രൈവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പുതിയ വണ്ടിയുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.